അധികാരത്തിനാണോ ആത്മീയതക്കാണോ ശക്തി കൂടുതൽ എന്നതായിരുന്നു രാജാവും വിദൂഷകനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. രാജാവ് പറഞ്ഞു അധികാരത്തിനാണ്, വിദൂഷകൻ പറഞ്ഞു അല്ല ആത്മീയതക്കാണ്. എന്നാൽ രണ്ടു പേരും താങ്ങളുടെ വാദം തെളിയിക്കാം എന്നായി. രാജാവിന് പണി എളുപ്പമായിരുന്നു. രാജാവ് അങ്ങാടിയിൽ നിന്ന് ഒരു ചുമട്ടുകാരനെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അയാളെ രാജ്യത്തിൻ്റെ മന്ത്രിയായി പ്രഖ്യാപിച്ചു. അതോടുകൂടെ ജനങ്ങൾ അദ്ദേഹത്തെ ആദരിക്കാൻ തുടങ്ങി, അനുസരിക്കാൻ തുടങ്ങി. മാത്രമല്ല അയാളുടെ ജീവിത നിലവാരം ഉയർന്നു വരാനും തുടങ്ങി. ഇപ്പുറത്ത് വിദൂഷകൻ ഒരു മെലിഞ്ഞ കഴുതയെ സംഘടിപ്പിക്കുകയായിരുന്നു. അയാൾ അതിനെ വളരെ ഭക്തിയോടുകൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് തെളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് വലിയ വായിൽ വലിയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഈ കഴുത അത് ഇന്ന പ്രവാചകൻ്റെ വാഹനമായിരുന്നു. എന്താണ് തെളിവ് എന്നല്ലേ? ഇതാ നിവേദക ശൃംഖല, ഇതാ ചരിത്രത്തിൻ്റെ സാക്ഷ്യം. ജനങ്ങളെല്ലാവരും മൂക്കത്ത് കൈവച്ചു. ഒരു പ്രവാചകൻ്റെ വാഹനമാകാൻ ഭാഗ്യം കിട്ടിയ കഴുതയെ കാണാനുള്ള ഭാഗ്യം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി നാട്ടുകാർ കരുതാൻ തുടങ്ങി. അവർ കഴുതയുടെ അടുക്കലേക്ക് വരാനും അതിന് വേണ്ടതെല്ലാം നൽകാനും അതിനെ തഴുകാനും തലോടാനും ആദരിക്കാനും ബഹുമാനിക്കാനും മാത്രമല്ല കഴുതയ്ക്ക് വേണ്ടത് കഴുതക്കാരൻ്റെ കയ്യിൽ കൊടുക്കുവാനും എല്ലാം ആരംഭിച്ചു. അതോടുകൂടെ വിദൂഷകൻ വലിയ സമ്പന്നനായി മാറി. രാജാവിൻ്റെ മുമ്പിലെത്തി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ രാജാവ് പറഞ്ഞു, ശരിയാണ്, ആത്മീയത തന്നെയാണ് വലുത്. ഒപ്പം രാജാവ് ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വിദൂഷകൻ ബുദ്ധിപൂർവം പറഞ്ഞു, താങ്കൾ നൽകിയ പ്രത്യേകതകൾ ഏത് സമയവും താങ്കൾക്ക് അയാളിൽ നിന്ന് തന്നെ തിരിച്ചെടുക്കാൻ പറ്റുന്നവയായിരുന്നു. അതായത് ഏത് സമയം വേണമെങ്കിലും അയാളെ മന്ത്രിസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കാൻ അങ്ങേക്ക് കഴിയുമായിരുന്നു. ഞാൻ പക്ഷേ പ്രത്യേകത കൊടുത്തത് ഒരു വ്യക്തിക്കല്ല, ഒരു ജീവിക്കാണ്. ആ ജീവിയിൽ നിന്ന് ആ പ്രത്യേകത, ഞാൻ നൽകിയ പ്രത്യേകത തിരിച്ചെടുക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അത് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.